രാജാപ്പാർട്ടാ തരി ഓവർ സ്മാർട്ടാ ഈ കൊട്ടാരത്തിൽ തോമസ് ആൽവാ എഡിസൺ നോമാണ്. ഇത് മൊത്തം വീമ്പാ വെറും ഓലപ്പാമ്പ പള്ളി അത്താഴത്തിന് അന്തപുരത്തിൽ കുക്കിംഗ് ഗ്യാസ് തീർന്നേ. അഭിനവ മൈക്കൽ ജാക്സണി കൊട്ടാര നടന കോകിലം ഞാൻ പഴഞ്ചൻ മട്ടുപ്പ വേസി മോളാക്കണം ഇനിയട ഫാഷൻ ആസ്ഥാന മിസ് വേൾഡാണ് ഞാൻ. കറിയൊപ്പം മുളകായി ചേരും നമ്മിൽ ചിരിമഴ പൊഴിയണ കടുകുമണി നീ. ഇത് നീലിമ. വാക്കിലോ പ്രവൃത്തിയിലോ 5 മക്കളുടെ അമ്മയാണെന്ന ഒരു അഹങ്കാരവും ഇല്ല. ഇത് ബാലചന്ദ്രൻ. ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ ഗവേഷണവും നിരീക്ഷണവും നടത്തി കണ്ടുപിടിച്ചത് ഇപ്പോഴും ആകെ ബൂമറാൻ പോലത്തെ 5 മക്കൾ. ഇത് ഡാൻസർ വിഷ്ണു. ഷോക്കേറ്റ തലമുടിയുമായി ഊണിലും ഉറക്കത്തിലും സ്വപ്നത്തിലും ഡാൻസോട് ഡാൻസ്. ഇത് ബ്യൂട്ടി പാർലർ ലക്ഷ്മി. അണിഞ്ഞൊരുങ്ങുന്ന 24 മണിക്കൂർ പോരെന്ന പരാതിയുമായി ഒടുക്കത്ത ഒരുക്കം. ഇത് ശാപ്പാട് കേശവൻ. വിശപ്പിന്റെ അസുഖം കൂടുതലായപ്പോൾ ആഹാരത്തിനോടുള്ള ആർത്തിമൂത്ത് ഇപ്പോൾ ആക്രാന്തത്തിലാണ്. ഇതാണ് കാന്താരി ശിവ. കുറുമ്പും കുസൃതിയുമായി എപ്പോഴും എവിടെയും കാണാം. ഇവർക്കെല്ലാം മേലെ ഇനി ഒരെണ്ണം കൂടിയുണ്ട്, പാർവതി. പാർവതിയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അത് കുറഞ്ഞുപോകും. അതുകൊണ്ട് കണ്ടറിഞ്ഞാൽ മതി. നർമ്മത്തിന്റെ മർമ്മം തൊട്ടം നർമ്മ മുഹൂർത്തങ്ങളുമായി 8-നും 8:30-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ ഞങ്ങളുടെ മഹനീയ സാന്നിധ്യം നിങ്ങളുടെ സ്വീകരണ മുറിയിൽ. ഉപ്പും മുളകും. ഞാൻ ശരിയാക്കട്ടാ? ശരിയാക്കിയതാണല്ലോ ഇങ്ങനെ ആയത്. ഇനി ശരിയാക്കണ്ട. എനിക്കിന്ന് ഓഫീസിൽ പോകാൻ പറ്റില്ല. കുട്ടികൾക്ക് വല്ലതും കൊടുത്തുവിടാൻ പറ്റുമോ? ഹോട്ടലിൽ നിന്ന് മേടിക്കോ? മേടിക്കുമോന്ന്? ഇത് ചീത്തതിന്റെ കാരണം ഞാൻ പറയട്ടാ. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, പാചകം ചെയ്യുമ്പോൾ തിളച്ച് തൂങ്ങി കളയരുത്. കളയുമ്പോഴാണ് അതിൽ നിന്ന് വീഴുന്നത്. ഇത് എന്നെ കുറ്റം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ നിങ്ങളെ പോലെ അല്ല. അടഞ്ഞിരിക്കണം കണ്ട. ആര്? ഈ തിളച്ച് വീഴുന്നതൊക്കെ ഇതിൻ്റെ അകത്ത് വീഴുന്നിരിക്കണം. അതാണ് ഇത് ഹോൾ അടഞ്ഞത്. ഇപ്പൊ ഇനി എവിടെ വയ്ക്കാ? അതെ, തല തിരിച്ചു വെക്ക്. ചെറുതിൽ വലുതും വലുതിൽ ചെറുത്. പോയ എവിടെ നിന്ന്? ഇന്ന് ഇവിടെയാണോ വെക്കേണ്ടത്? ഇത് ഇവിടെയല്ലേ? അതുപോലും അറിയാണ്ടാണ് ഗ്യാസ് മാറ്റി വെച്ചാൽ ചിലപ്പോൾ ശരിയാവുന്ന കരുതിയാണ് ഞാൻ മാറ്റി വെച്ചത്. ഫുഡ് കഴിക്കാൻ എന്ത് ചെയ്യും അത് പറ. ഇത് നന്നാക്കിയിട്ട് ഇന്ന് ഫുഡ് ഇവിടെ ഉണ്ടാക്കാൻ പറ്റുമോ? ആര് നന്നാക്കും? പുറത്തുനിന്ന് ആളെ വിളിക്കട്ടെ? ബാലു, ഞാൻ സീരിയസ് ആയിട്ട് പറയാം. കുട്ടികൾക്ക് പഠിക്കാൻ പോണേ, എനിക്ക് ഓഫീസിൽ പോകണം. ബാലുവിനെ വെറുതെ കുത്തിയിരുന്നാൽ മതി. ഗ്യാസ് ഒന്നും ലീക്കില്ല. മണുത്തു നോക്കാൻ പോലീസ് നായ പോലെ ഇങ്ങനെ ഇരിക്കുക. അയ്യോ, ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് ഇന്നോ? ഈശ്വര. വിഷ്ണു എടാ, വിഷ്ണുവിന്റെ ക്രിക്കറ്റ് മാച്ച് ഉണ്ടടാ. ശരിക്കും? ആ, പക്ഷെ എന്ത് ചെയ്യും? ക്ലാസ്സിൽ പോവണ്ടേ, കാണാൻ പറ്റത്തില്ല. അത് ശരിയാണല്ലോ. ഐഡിയ. നമുക്ക് കേശിനെ കൊണ്ട് വയറുവേദന അഭിനയിപ്പിച്ചാലോ? ഇതൊക്കെ നടക്കുവോ? അതൊക്കെ നടക്കും. അച്ഛനാണെങ്കിൽ അവൻ പറയണ എന്താണെങ്കിൽ കേട്ടോളൂ. അല്ല, അവന് വയറുവേദന എടുത്താ അമ്മയും അച്ഛനും അവനെ വീട്ടിലിരുത്തിപ്പിക്കും. അതുകൊണ്ട് നമുക്ക് എന്താ പ്രയോജനം? പൊട്ടി, അവൻ ഇവിടെ നല്ല വയറുവേദന എടുക്കുന്നത്. പിന്നെ ബാനി പോകുന്ന വഴിക്ക് അവന് വയറുവേദന എടുക്കുന്നു. എന്നിട്ട് അപ്പൊ ആരാ പാരന്റ്സ്? ആ നേരത്ത് നമ്മളോ? നമ്മൾ തന്നെ. അപ്പൊ ആ വാനിൽ നമ്മൾ ഇറങ്ങിയിട്ട് ഓട്ടോ എടുത്ത് തിരിച്ച് വീട്ടിലോട്ട് വരുന്നു. എന്നിട്ട് ഒന്നുമില്ല, ഇപ്പൊ നമുക്ക് കേശുവിനോ എണീപ്പിച്ച് വയറുവേദന അഭിനയിപ്പിക്കാൻ പഠിപ്പിക്കാം. ഗ്യാസ് എല്ലാം കൂടെ തുറന്നു കിടക്കണമെങ്കിൽ ഇതെല്ലാം കൂടെ പൊട്ടിത്തെറിക്ക് ഇത് മതി.
ഇതെടുത്ത് ഉണ്ടാക്കണത്. ഇതിന്റെ ലൈറ്റർ എവിടെ? അതും പൊട്ടിച്ച്, ഇതും പൊട്ടിച്ച്. മറ്റേ ലൈറ്റർ നിങ്ങളും അവിടെ എന്തിനോ കൊണ്ടുപോയിട്ട് പിന്നെ അത് ഇങ്ങോട്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇതെടുത്ത് വെച്ചത്. അതും പൊട്ടിച്ച്. കുട്ടികളെ ഓരോന്ന് കത്തിക്കണേ അതിന് ടൂൾസ് ഉണ്ട്, അത് ഉപയോഗിച്ച് അത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇതിന് കത്തിക്കണവരെ കുറെ ന്യൂസ് പേപ്പർ ഇന്നാണ് ഞാൻ കണ്ടു, കുറെ ന്യൂസ് പേപ്പർ ചുരുട്ടി പന്തം പോലെ വരെയാണ് ഇത് കത്തിക്കാൻ. ഉണ്ടായിരുന്ന ലൈറ്റർ എടുത്തുകൊണ്ട് കളഞ്ഞിട്ട് ഇപ്പം എന്നെ കുറ്റം പറയാൻ വരിക. ഒരു തീപ്പെട്ടി മേടിച്ചാൽ അതും കൊണ്ടുപോകും അവിടെ. ഇതിൻ്റെ അകത്തൊന്നുമില്ലേ? അതല്ലേ പറഞ്ഞത് ഗ്യാസ് കത്തുന്നില്ല. ഇതെടുത്ത് വെച്ചപ്പോഴാണ് അത് കത്തുന്നില്ല. ചായ പോലും ഇട്ടിട്ടില്ല. ഒന്നും കഴിക്കണ്ട. അടുപ്പിൽ കത്തില്ല, അതാണ് നല്ലത്. ഞാൻ അവിടെ നിന്ന് വല്ല വിറവ ചൂട്ടാക്കി കാര്യം ചെയ്യാം. അപ്പുറത്ത് കുറച്ച് വിറകെടുപ്പുണ്ട്, വെട്ടിക്കിരിക്കൊണ്ടോ. വെട്ടിക്കറാണെന്ന് പോയി. പിന്നെ അത് അങ്ങനെ തന്നെ വെക്കാം മുട്ടി. നീ കഴിക്കുന്നൊക്കെ എങ്ങോട്ടാ പോകുന്നേ? വെറുതെ അല്ല അമ്മ പറയുന്നേ നിനക്ക് കൊക്കപ്പൂടെ അസുഖം ഉണ്ടെന്ന്. നിനക്ക് വയറുവേനൊന്നും എടുക്കുന്നില്ലേ? സത്യം പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് വയറുവേദന എടുക്കുന്നുണ്ട്. പക്ഷെ അത് സഹിച്ചിട്ടാണ് ഞാനിപ്പം തിന്നത്. നിനക്ക് ശരിക്കും വയറുവേദന എടുക്കുന്നുണ്ടോ? ഉണ്ടെന്നേ. വാവ്, പേഷ്യന്റ് ലൈക്ക് ചെയ്തതും മിൽക്ക്, ഡോക്ടർ ഷെയർ ചെയ്തതും മിൽക്ക്. എടാ മുടിയാ നേരെ ചൊവ്വേ പറയടാ. രോഗി ഇച്ഛിച്ചതും വൈദ്യർ കൽപ്പിച്ചതും പാലെന്ന്. രോഗി ഇച്ചിട്ട് വൈദ്യർ. ചേച്ചി പറയുന്ന നീ ഒന്ന് കേൾക്കുമോ? പറ. എടാ ഇന്ന് ക്രിക്കറ്റ് മാച്ച് ഉണ്ട്. അനി ഞാൻ തോന്നും മോന് വയറുവേന വന്നതുപോലെ വാനിൽ വെച്ച് അഭിനയിക്കണം. അപ്പൊ നമ്മൾ പകുതി വെച്ച് ഓട്ടോ പിടിച്ച് തിരിച്ച് വീട്ടിൽ വന്നിട്ട് നമ്മൾ ക്രിക്കറ്റ് മാച്ച് ലൈവായിരുന്നു കാണുന്നു. എങ്ങനെ? ഓക്കെ, കൊള്ളാം. പക്ഷേ ഇതിലൊന്നും എനിക്ക് പ്രശ്നമില്ല. പക്ഷെ എനിക്ക് എന്തോ മേടിച്ചു തരും. നിനക്ക് എന്താ വേണ്ടേ? ബർഗർ. ബർഗർ ഓക്കെ, സമ്മതിച്ച്. ഞാൻ എടുത്തോണ്ട് വരട്ടാ. വിറകോ? ടൂൾസ് എടുത്തോണ്ട് വരട്ടാ. ശരിയാവുന്ന ഉറപ്പുണ്ടോ? ഇത് ശരിയാവുന്ന ഉറപ്പില്ലാതെ ഞാനിവിടെ എല്ലാം ശരിയാക്കണത്. ശരിയാവുന്ന ഉറപ്പില്ലാതെ ഉറപ്പില്ലാത്ത കാര്യം ഞാൻ സംസാരിക്കാറില്ല, ചെയ്യാറുമില്ല. എന്തെങ്കിലും കാണിക്കുന്ന പറഞ്ഞില്ലേ? കേട്ടൂടെ? ചെവി കേട്ടൂടെ? ഞാൻ ശരിയാക്കിയിട്ട് ഇവിടെ ആരും കഴിക്കണ്ട. എടുത്തുണ്ടോ ബാലു? എടുത്തുണ്ടോ ബാലു? പിന്നെ ഇതൊക്കെ പണ്ടല്ല എപ്പോഴും നടക്കും. ഇങ്ങ് വന്നാ മതി. പിന്നെ പിള്ളേരെ കരുതിയാണ് ഞാൻ ഒന്നും ചെയ്യാത്തത്. അല്ലെ ഞാൻ എപ്പോഴാ ഞാൻ കളഞ്ഞിട്ട് പോയാന്. എന്നാ ഞാൻ രക്ഷപ്പെട്ടാനെ. ഞാൻ പോയിക്കൂടെ? പോകാൻ സമ്മതിക്കണ്ടേ? പിന്നെ ഞാൻ പോവല്ലേ പോവല്ലേ എന്നും പറഞ്ഞ് പുറകെ നടക്കണില്ലല്ലോ. പോകുമ്പോ കാണാൻ പറയാ കിടക്കണത്, കിടന്ന് വിളിക്കണത്. മര്യാദക്ക് ഗ്യാസ് ശരിയാക്കാൻ നോക്ക്, ചുമ്മാ ചളവാടിക്കാണ്ട്. നീ ഗ്യാസിന്റെ കാര്യം പറഞ്ഞുതരാ. എന്നാ ഫുഡിന്റെ കാര്യം മറന്നേക്ക്. ഞാൻ വിളിച്ച് പാഴ്സൽ വരുത്തും. പൈസ ഉണ്ടല്ലോ കയ്യിൽ, പോയി മേടിച്ചിട്ടുണ്ടോ? എൻ്റെ ഈ കാശില്ല. 5 പാഴ്സൽ നിനക്കില്ല? വേണ്ട, എനിക്ക് നിർബന്ധമൊന്നുമില്ല. പട്ടിണി നടത്താ തടിയെങ്കിലും കുറയും. തടിയില്ലാത്ത ഒരാള് കുംഭകർണൻ, ഉറക്കവും ഭക്ഷണവും മാത്രം. അതിൻ്റെ അച്ഛൻ. എൻ്റെ അച്ഛൻ നിങ്ങളെ പോലെ ഒന്നുമല്ല. മര്യാദക്ക് ശരീരമാണെങ്കിൽ ജോലി ചെയ്യുമായിരുന്നു. എടുത്തോണ്ട് വാ ബാലു. എന്താടാ? എന്താ നിന്റെ അടുത്ത് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് പിള്ളേർക്ക് പഴയ സാധനങ്ങൾ കൊടുക്കരുതെന്ന്. അവനാണ് ഞാൻ നോട്ടമില്ല, എന്ത് വലിച്ചതും ചളിച്ചതും കൊടുത്താലും വെട്ടി കയറ്റിക്കൊള്ളും. അവൻ ഓർമ്മ വെച്ച കാലം തൊട്ടേ അവൻ തന്നെ തയ്യാറെടുത്ത് കഴിക്കുന്നേ. ഇപ്പൊ ഞാൻ കൊടുത്തിരുന്നല്ലോ അവൻ കഴിക്കുന്ന ഒരു കാര്യം. മോനേടാ, നീ എന്താ രാത്രി കഴിച്ചേ? ഇന്നലെ രാത്രിയല്ല, ഇന്ന് രാവിലെ. ഇന്ന് രാവിലെ പല്ലിയേക്കാതെ കഴിച്ചിട്ട് നിൽക്കുക. പിന്നെ എങ്ങനെയാ? എന്താ കഴിച്ചേ? ബർഗർ. എത്രണ്ണം? 1. ഒരെണ്ണോ കഴിച്ചുള്ളോ? സത്യം പറ. 2. സത്യം പറയടാ. പിന്നെ മാമൻ കൊണ്ടുവന്ന അവലേസുണ്ടേ, അതാ പണി പറ്റിച്ചത്. കേട്ടാ, പല പ്രാവശ്യം നിന്റെ ആങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പഴയ ദ്രവിച്ചതായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് പിള്ളേരെ തീറ്റിക്കരുതെന്ന്. വയറിളകാനുള്ള ഗുളികയല്ലല്ലോ കൊടുത്തേ, അവലോസും ഉണ്ടല്ലേ? മതിയല്ലേ ചാവാൻ വേണ്ടി? അവലോസും ഉണ്ടാ. പോട്ടടാ, വാടാ, തടയി തരാം. തടവി കൊടുത്തോണ്ടിരി. എന്നാലും മരുന്നെടുത്ത് കൊടുക്കരുത്, സ്വയം അങ്ങ് ഡോക്ടറാവും. ആ ചെറുക്ക ഇത്രയും കിടന്ന് വേദനിക്കണം, നിനക്ക് ഒരു വിഷമമില്ലടി. വിഷമം കണ്ടിരുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആരുണ്ടാക്കും? ബാലുണ്ടാക്കോ? ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്താ അമ്മേ? ഓലക്ക പുഴുങ്ങിയത്. ചെറുക്കൻ്റെ വേദന ഉണ്ടാ. അവരെന്തൊക്കെയോ രാവിലെ വെട്ടി വിഴുങ്ങിട്ട് വയറേനെന്നും പറഞ്ഞ് കരയാ. മുടിയാ അവന് വരളവളെ ബന്ധെടുത്തോറാ, മൊത്തമുള്ള പോട്ടറാ.
അത് മൊത്തം അച്ഛൻ കുടിച്ച് തീർത്തില്ലേ? എന്തിന്? സ്ക്രൂവിങ് വയറിലേക്ക് പോകാൻ വേണ്ടിട്ട്. അതെപ്പോ നീ വാടാ, ചേച്ചി വയറ് വരുമ്പോ തരാം നിനക്ക്. വാ. ഞാനും പോവാ. എന്ത് സ്മെല്ലടി, എന്ത് കഴിച്ചേ? ഗ്യാസ് ലീക്ക് ആയതാന്നേ. സത്യം. എടാ നിന്നോട് ആരാടാ അവിടെ വെച്ച് വയറുവേദന അഭിനയിക്കാൻ പറഞ്ഞത്? എന്നോട് വാനി വെച്ചടാ കള്ള അഭിനയിക്കാൻ പറഞ്ഞത്. എല്ലാം കളഞ്ഞു കുടിച്ചപ്പോ സമാധാനം ആയല്ലോ നിനക്ക്. സത്യം പറഞ്ഞ ചേച്ചി, ഞാൻ ഒറിജിനലായിട്ട് അഭിനയിച്ചതല്ല. എനിക്ക് ഒറിജിനലായിട്ട് വന്നതാ. നിന്റെ ഒരു കള്ള വയറുവേദന. അല്ലെന്ന് ചേച്ചി, എനിക്ക് ഒറിജിനലായിട്ട് വന്നയാ. അല്ലാതെ ഞാൻ നിങ്ങളെ ചതിച്ചൊന്നും അല്ല. ചേട്ടാ ബർഗർ. ബർഗറിന്റെ അച്ഛൻ മേടിച്ചു വിളിച്ചാടാ? പിന്നെ അച്ഛന്ന് വിളിച്ച് ഇവനെ വിളിച്ച. നിങ്ങൾ സ്കൂളിൽ പോണ്ടേ? മക്കളെ ഇപ്പൊ അങ്ങനെ കുറവുണ്ടാ ഗുളി കഴിച്ച ശേഷം? വേണ്ടേ? യവനെ കൊണ്ട് ഞാൻ തോറ്റ്. ഇവനെ കൊണ്ടല്ലേ തോറ്റത്. അമ്മ അച്ഛനെ കൊണ്ട് തോറ്റെന്നാ പറയണത്. അമ്മ എന്തിട്ട് തെറിയോ അച്ഛനെ പറയണ? എന്ത് പറഞ്ഞു? ചെറ്റ തെണ്ടി നാറി അതൊക്കെ പോട്ടെ, പിന്നെ വേറെ അതുക്കും മേലെ എന്താ പറയടാ? അച്ഛന് വാൾ ട്യൂബും പിക്ചർ ട്യൂബിന് ഡിഫറൻസ് അറിയില്ലാന്ന് അവൾ അങ്ങനെ പറഞ്ഞ? അങ്ങനെ പറഞ്ഞു. വിട്ടേക്കാച്ചാ, പോട്ടെ, ഒന്നും ചെയ്യാൻ നിക്കണ്ട. പോട്ടല്ലേ? അല്ലെങ്കിൽ വേണ്ട അച്ഛാ, രണ്ടെണ്ണം കൊടുത്തിട്ട് വിട്ടാ മതി. കൊറേ കഷ്ടപ്പെട്ടിട്ടല്ലേ നമ്മളിട്ട്. കൊറേ നാളായി എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. കൊടുക്ക്, പോ, ചെല്ല്. നോക്കിയോളെ ആണത്തം കാണിക്കേ. അപ്പോ എന്തൊക്കെ അടിക്ക് വെച്ചിട്ട് കഴിക്കാൻ നോക്ക്. കഴിച്ചായിരുന്നാ? കാപ്പി കുടിച്ചായിരുന്നാ? ഞാൻ കഴിക്കാം, പാത്രം എടുക്കട്ടെ. വേണ്ട, നീ കഴിക്കാം. ശരി. നല്ല എരി. പണി പാളി. അവിടെ വഴക്കൊന്നുമില്ല. അവര് ദേ ചുമ്മാ കളിച്ചു കൊഞ്ചിച്ചിരിക്കുക. എല്ലാം വെറുതെ അല്ലേ? ഇപ്പൊ എന്ത് ചെയ്യും? ഇനിയിപ്പോ എന്ത്, ക്ലാസ്സിൽ പോകേണ്ടി വരും. എവിടെ പോവാ ബാഗായിട്ട്? അവിടെ വഴക്കൊന്നുമില്ല. അപ്പൊ പാത്രമായ ശബ്ദം കേട്ടതോ? എടാ ആരും പാത്രം എടുത്ത് എറിഞ്ഞല്ല, തനിയെ വീണതാ. ഓ, നമുക്ക് റെഡി ആവാൻ നോക്കാം. വെള്ളം എടുക്കാം, വെള്ളം എടുക്കാം. വെള്ളം എടുക്കട്ടെ മേലെ. മണ്ടക്കറി. സോറി 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 സോറി. വഴി 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 വഴി. കണ്ണിലാണോ വായിലാണോ ഒഴിക്കണ്ടേ? ചിരി പണി കൊടുത്ത്. സത്യം. ഞാൻ വേറെ പാത്രം എടുത്തോളാം. ഇത് ബാലിച്ചു വാരിട്ടേക്കണത് എങ്ങനെ കഴിക്കാൻ? അത് ശരി, ഞാൻ കഴിച്ചിട്ട് ബാക്കി കഴിക്കൂല. കഴിക്കാനായിട്ടല്ല, ഇതിങ്ങനെ എനിക്കിഷ്ടമല്ല ഇങ്ങനെ അളിച്ചു വാരിടുന്നത്. അളിച്ച് ആണേ കഴിച്ചാൽ മതി. സ്കൂളിൽ പോണ്ടാ? പോണം. ഈ പോലെ കഴിക്ക്, കൂടുതൽ കയറ്റണ്ടാട്ടാ. ആ അമ്മേ, ഇന്ന് അച്ഛൻ എന്തുവായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്? ഇഡലി. എന്നിട്ട് അതിനെ കുറിച്ച് കുറ്റം പറഞ്ഞു പോകുന്ന കേട്ടു. എന്തു പറഞ്ഞു? അതിന് ഉപ്പില്ല, പുളിയില്ല, ഒരു സാധനം അറിയത്തില്ല. അമ്മയ്ക്കാണെങ്കിൽ പാചകമേ ചെയ്യാൻ അറിയത്തില്ലെന്നൊക്കെ അങ്ങനെ പറഞ്ഞേ. ഇവിടെ ഇരുന്ന് മൂക്കുമുറ്റ ഇഡലി കഴിച്ചിട്ട് പോയിരുന്ന് എന്നെ കുറ്റം പറയുന്ന. ഇപ്പൊ ശരിയാക്കി കൊടുക്കാൻ ഞാൻ. അമ്മയെ ബാഗ് കൂടെ കൊണ്ടുപോയിക്കോ. ഇതെന്തിനാ? എന്തായാലും അമ്മയും അച്ഛനായിട്ട് വഴക്ക് കൂടുമല്ലോ. അപ്പൊ അമ്മ അമ്മയുടെ വീട്ടിൽ പോവുമല്ലോ. അപ്പൊ എന്തോന്നാ വെറുതെ ബാഗ് കയറി കഷ്ടപ്പെടുന്നേ? എന്നാ പിടിച്ചോ ബാഗ്. ആദ്യം ഞാൻ പോയി ചോദിച്ചിട്ട് വരട്ടെ. മൂക്കുമുട്ട തിന്നിട്ട് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ കോലൻ. അയ്യോ, നിങ്ങൾ എന്താ പറഞ്ഞത്? ഞാൻ വെക്കുന്ന ഫുഡിന് ഉപ്പില്ല, മുളകില്ല, എരിയില്ല, പുളിയില്ല അല്ലേ? നിങ്ങക്ക് വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി തന്നെങ്കിലേ മറ്റോളെ പോയി വിളിക്ക്. നിങ്ങളെ പഴയ കാമുകില്ലേ അന്നമ്മ ചാക്കോ, തലയില് പട്ടി.
പട്ടി ക്രിക്കറ്റ് കളി കാണാനൊന്നും നമുക്ക് വിധിച്ചിട്ടില്ല. അതും ശരിയാ. എന്താ ചെയ്യാലേ? ഡാ, നീ റെഡി ആവണില്ലേ? വണ്ടി പോരും. അതിന് അമ്മ പോവാല്ലോ. എങ്ങോട്ട്? അമ്മയുടെ വീട്ടിലേക്ക്. അതെപ്പോ? ഞാൻ അമ്മയുടെ പോയി പറഞ്ഞു അമ്മയുടെ കറിക്കൊന്നും ഉപ്പും മുളകൊന്നും ഇല്ലെന്ന് അച്ഛൻ പറഞ്ഞെന്ന്. എന്നിട്ട് അപ്പൊ അമ്മയാണെങ്കിൽ കേട്ട പാതി കേൾക്കാത്ത പാതി അമ്മയും ഒരുങ്ങി. അമ്മ പോവാ. ശരിക്കും അപ്പൊ ഇന്ന് ക്രിക്കറ്റ് മാച്ച് കാണാം ഉറപ്പായി. ഞാൻ സ്കൂളിൽ പോണ്ട. നിന്റെ അമ്മ പിണങ്ങി നിൽക്കണേ വീട്ടിൽ പോകാൻ വേണ്ടി. അവളെ മട്ടും പാവം കണ്ടിട്ട് ഈയിടയ്ക്ക് നമ്മൾ തിരിച്ചു വരില്ല. എനിക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് ആഹാരം ഉണ്ടാക്കി തരാൻ പറ്റൂല. അവസാനം വെറുതെ നിങ്ങൾ സ്കൂളിൽ പോയിരുന്ന് പട്ടിണി ഇരിക്കേണ്ടി വരും. പട്ടിണി ഇരുന്നാൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾക്ക് എക്സാം എഴുതാനുള്ള. അത് ശരി, എനിക്ക് പോയേ പറ്റൂ. എനിക്ക് മാത്സ് റിവിഷനുള്ള പോയേ പറ്റൂ എനിക്ക്. ഒരു വെറുതെ വന്ന് അവിടെ വന്ന് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്നെ ചീത്ത വിളിച്ചിട്ട് പോയി. എന്നിട്ട് എന്നോട് തുടങ്ങി പടം നിങ്ങൾക്ക് പോയേ പറ്റൂടാ സ്കൂളിൽ? ഞങ്ങൾക്ക് പോയേ പറ്റൂ. പോയേ പറ്റൂ. എന്ത് കഴിക്കെടുത്ത്? എനിക്കറിയില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയതാ. ഒരു കാര്യം ചെയ്യാം, അടുക്കളയിൽ വല്ല ബ്രെഡോ പഴമോ ഒക്കെ ഉണ്ടോ നോക്കാം. മകള് വാ. എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കിയോ? നോക്കട്ടെ ആദ്യം. പോടാ. ആര് പറഞ്ഞു അമ്മയ്ക്ക് നിങ്ങളുടെ സ്നേഹമില്ലാന്ന്? ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി. ഒരു കാര്യം ചെയ്യ്, ഇതെടുത്ത് കഴിച്ചിട്ട് സ്കൂളിൽ പോകട്ടാ. ആ എന്താടാ? അച്ഛ ഒറ്റയ്ക്ക് ആക്കിയിട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിയില്ല അച്ഛാ. അച്ഛനിവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് മുമ്പ് എന്റെ ചങ്ക് പിടയ്ക്കും, അറിയോ? അതെന്തോറ്റേ ഇന്നിങ്ങനെ? അച്ഛ ഒറ്റയ്ക്കാക്കിയിട്ട് ഞങ്ങൾക്ക് പോകാൻ കഴിയോ അച്ഛാ? ടെസ്റ്റ് പേപ്പർ മണ്ണം കിട്ടുന്ന എനിക്ക് വലുത്, എന്റെ അച്ഛനല്ലേ എനിക്ക് വലുത്. എടാ അമ്മ പോണെങ്കിൽ പോട്ടറാ, അമ്മ വരും. ഞാൻ ഒറ്റയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്തോളാം. വേണ്ട അച്ഛൻ, ഞങ്ങളും ഉണ്ടാവും അച്ഛൻ്റെ കൂടെ എപ്പോഴും. നിങ്ങൾ വിഷമിക്കണ്ടേട്ടാ, നിങ്ങൾ സ്കൂളിൽ പോ. വേണ്ട അച്ഛ, അച്ഛനെ ഒറ്റയ്ക്കാക്കി ഞങ്ങൾ എങ്ങനെ പോവും അച്ഛാ? ഞങ്ങൾക്ക് കഴിയില്ല അങ്ങനെ ഒന്നും. കണ്ടു മനസ്സിലാവും. കരയടാ. ഇന്ന് എല്ലാവരും കൂടെ അച്ഛൻ്റെ അടുത്ത് ഇരിക്കാം. നമുക്ക് കളി കാണാം. വാ മക്കളെ. കളി എത്ര മണിക്കടായി? 1 മണിക്ക്. 1 മണിക്കാ? 1 മണിക്ക്. ഇനി 2-3 മിനിറ്റ് സമയമുണ്ടല്ലോ. പെട്ടെന്ന് ഓണാക്ക്, പെട്ടെന്ന് ഓണാക്ക്. 1 മണിക്കാ? 1 മണിക്ക്. ഇനി 2-3 മിനിറ്റ് സമയമുണ്ടല്ലോ. പെട്ടെന്ന് ഓണാക്ക്, പെട്ടെന്ന് ഓണാക്ക്. അവിടെ പരസ്യം തുടങ്ങി ഒരു അച്ഛനും 4 മക്കളും ഒരുക്കുന്നത്. അത് നമ്മളാണത്. ഒന്ന് വെക്കോ? എന്തടേ അച്ഛാ ഓണാവണ്ടല്ലേ? ഓണാവേണ്ടതാണല്ലോ, അച്ഛനല്ലല്ലോ നേരത്തെ ശരിയാക്കിയത്. ആര് പറഞ്ഞു? ഞാൻ തന്നെ ശരിയാക്കിയത്. അതാ നന്നാവാത്തെ. അച്ഛയുടെ ഒരു ആവശ്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ. അച്ഛനല്ലോ പെട്ടെന്ന് ഓണാക്കത്. അടങ്ങിയിരടേ, 2 മിനിറ്റ് അതാ ഞാൻ ശരിയാക്കി തരാം. എന്തായാലും അച്ഛനല്ലേ നന്നാക്കുന്നേ. അടുത്ത വേൾഡ് കപ്പ് നോക്കിയാ മതി. എന്നിട്ട് ഇത് ശരിയാവൂ? നീ അവിടെ പോയിര്, അവിടെ പോയിര്. ഞാൻ ഇത് പിക്ചർ ട്യൂബ് ഫിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അച്ഛനെ ഒറ്റയ്ക്ക് നന്നാക്കിയിട്ട് കണ്ടാ മതി ക്രിക്കറ്റ് കളി, കേട്ടാ? ഞങ്ങള് പോവാ. ഞങ്ങളും കൂടെ വരുന്നുണ്ട്. ഇത്ര നേരം അച്ഛൻ്റെ കൂടെ അല്ലായിരുന്നോ? അച്ഛൻ കളയുമ്പോ എടുക്കാനുള്ളതല്ല ഞാൻ. വേണമെങ്കിൽ എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ എന്റെ കൂടെ. ഒരുപാട് നാളായി അമ്മ, പ്ലീസ് ഞങ്ങളും വരുന്നുണ്ട് അമ്മ. അപ്പൊ ഇന്ന് ക്ലാസ്സിൽ പോകണ്ടേ? ഒരുപാട് നാളായില്ലേ അമ്മ വീട്ടിലേക്കൊക്കെ വന്നിട്ട്? ഒരുപാട് നാളായി അമ്മൂമ്മയെ കണ്ടിട്ട്. അതുമാത്രല്ല, ഇപ്പൊ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ക്രിക്കറ്റ് കളി കാണുകയും ചെയ്യാം. ക്രിക്കറ്റ് കളി കാണാൻ എന്റെ കൂടെ വരണ്ട. എന്നോട് സ്നേഹം ഉണ്ട്, എന്നോട് വന്നാ എന്നാ വാ പോവാ. ഹലോ മാവനാ, ഇപ്പൊ ഞാൻ എത്താം. 2 മിനിറ്റ് മതി. ഓക്കെ ഓക്കെ ഓക്കെ. എന്റെ വീട്ടിൽ ടി വി ചീത്തായിരുന്നു. എന്റെ അടുത്ത് പെട്ടെന്ന് ടൂൾസ് ഒക്കെ എടുത്തോണ്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ കൂടെ വരാം പെട്ടെന്ന്. വേണ്ട വേണ്ട അച്ഛൻ വരണ്ട പ്ലീസ്. വേണ്ട അച്ഛാ വേണ്ട. പറയടേ, കൊണ്ടുപോകാൻ പറയടേ. വേണ്ട. ഞാൻ കൂടെ വരട്ടാ. എന്നാ വന്നോ. ടൂൾസ് എടുത്തോട്ടെ. ടൂൾസ് എടുത്തിട്ടാണെങ്കിൽ വരണ്ട. എങ്കിൽ ഞാൻ വരാം. ചിരിക്കണ്ട.
പോണത്